Hi children, next class for the 7th standard student is punctuations. What is punctuation? Punctuation എന്ന് പറഞ്ഞാൽ വിരാമചിഹ്നം അല്ലെങ്കിൽ നിർത്തുവാനുള്ള അടയാളം എന്നാണ് പഞ്ച്വേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പഞ്ച്വേഷൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടാകും. എന്താ പഞ്ച്വേഷൻ? പഞ്ച്വേഷൻ്റെ അർത്ഥം ഇതാണ്: വിരാമചിഹ്നം അല്ലെങ്കിൽ നിർത്തുവാനുള്ള അടയാളം, ചിഹ്നം എന്നതാണ് മലയാളത്തിലെ അർത്ഥം. നമുക്കിവിടെ കുറച്ചധികം പഞ്ച്വേഷൻസ് പഠിക്കാനുണ്ട്. ആദ്യത്തേത് സെമിക്കോളൻ. എന്താ സെമിക്കോളൻ? എപ്പോഴാണ് നമ്മൾ സെമിക്കോളൻ ഉപയോഗിക്കുന്നത്? അപ്പോൾ അങ്ങനെ സെമിക്കോളൻ ഉപയോഗിക്കുന്നതിന് ഒരു 2-3 കാരണങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഈസ് when two independent clauses are very closely connected in meaning. മീനിങ്ങിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ വന്നാൽ നമുക്ക് സെമിക്കോളൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒരല്പം കൂടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും, അതിൻ്റെ അർത്ഥത്തിന് കൂടുതൽ വ്യക്തത വരും, ക്ലാരിറ്റി ഉണ്ടാകും, വളരെ കോൺട്രാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെമിക്കോളൻ ഉപയോഗിക്കുന്നത് when two independent clauses are very closely connected in meaning. മീനിങ്ങിൽ ആയിട്ട് നോക്കുമ്പോൾ വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ തമ്മിൽ ചേർക്കുവാൻ വേണ്ടിയിട്ട് സെമിക്കോളൻ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഐ സ്വിച്ച് ഓഫ് ടെലിവിഷൻ, സെമിക്കോളൻ. ഐ വാസ് ടയർഡ് ഓഫ് വാച്ചിങ് ദ ഇലക്ഷൻ ന്യൂസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഞാൻ ടെലിവിഷൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിൻ്റെ കാരണം എന്താ? അല്പം കൂടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, മീനിങ്ങുമായിട്ട് കണക്ട്. സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള കാരണം അതിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അടുത്ത സെൻറ്റൻസ്. അപ്പോൾ ഇവ തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്, വളരെ ക്ലോസ്ലി കണക്റ്റഡ് ഇൻ മീനിങ്. ആ മീനിങ് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള കാരണം, ടെലിവിഷൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് അടുത്ത സെൻറ്റൻസ് പറയുമ്പോൾ അത് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐ സ്വിച്ച് ഓഫ് ദ ടെലിവിഷൻ എന്നതിന് ശേഷം സെമിക്കോളൻ ഇട്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അത് ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായിട്ട് ചേർത്ത് വായിച്ചാൽ അത് വളരെ വ്യക്തമാകുന്നുണ്ട്. ബിക്കോസ് എന്താ കാരണം? ഐ വാസ് ടയർഡ് ഓഫ് വാച്ചിങ് ദ ഇലക്ഷൻ ന്യൂസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇലക്ഷൻ ന്യൂസ് തന്നെയും പിന്നെയും കേട്ട് ടയേർഡായതുകൊണ്ടാണ് ടെലിവിഷൻ ഓഫ് ചെയ്തതെന്ന് അർത്ഥം. അപ്പം മീനിങ്ങിൽ കണക്റ്റഡാണ്. ഇനി അടുത്തത്, ടു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ജോയിൻഡ് ബൈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് when at least one of the clauses is long or contains commas. എന്താണ്? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ സെപ്പറേറ്റ്, ജോയിൻഡ് ബൈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നിങ്ങൾക്കറിയാം, ആൻഡ്, ബട്ട് ഇങ്ങനെയുള്ള വാക്കുകളാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. വിത്ത് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ്. അപ്പോൾ ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ ചേർന്നുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ സെപ്പറേറ്റ് ചെയ്യാൻ എപ്പോഴാണ്? when at least one of the clauses is longer or contains commas. ഇനി ഒരു ക്ലോസ് എങ്കിലും നീളം കൂടി ആവുകയോ അല്ലെങ്കിൽ കോമ ഉണ്ടാവുകയോ ചെയ്യും. അപ്പോൾ കൂടുതൽ കോമകൾ ഇട്ടുകൊണ്ട് സെൻറ്റൻസ് വന്നാൽ ആ കോമ ഉപയോഗിക്കുന്നതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളിൽ വന്നാൽ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ കോമ തുടർച്ചയായിട്ട് ഇടുന്നതിന് പകരം ഇടയ്ക്കൊരു സെമിക്കോളനിട്ട് നമ്മൾ ആ വാചകത്തെ പൂർണ്ണമാക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം. ഷീ റീഡിഡ് ദ ഡെക്ക് ഓഫ് ദ ഹൗസ്, repaired the leakages, and replaced the termite-eaten window pane, semicolon. When she had finished, she sold the house. ഇവിടെ പല കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാം മീനിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അവസാനം എന്താ സംഭവിക്കുന്നത് സെൻറ്റൻസിൽ? ഷീ സോൾഡ് ദ ഹൗസ്, വീട് വിറ്റു. എപ്പോഴാണ് വീട് വിറ്റത്? അവൾ വീട്ടിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾ വീട് വിറ്റു. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഷീ റീഡ് ദ ഡെക്ക് ഓഫ് ദ ഹൗസ്, അല്ലെ, അലങ്കാരപ്പണികളെല്ലാം രണ്ടാമത് വീണ്ടും ചെയ്തു. ഷീ റീഡ് ദ ഡെക്ക് ഓഫ് ദ ഹൗസ്, വീടിൻ്റെ അലങ്കാരപ്പണികളൊക്കെ നടത്തി, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ നടത്തി. റിപ്പയർഡ് ദ ലീക്കേജസ്, ലീക്കേജ് ഉണ്ടായിരുന്നു വീടിന്, ആ ലീക്കേജ് എല്ലാം മാറ്റി. ആൻഡ് റീപ്ലേസ് ദ ടെർമൈറ്റ് ഈറ്റൺ വിൻഡോ പെയിൻ, എന്താണ്? ചിതൽ തിന്ന വിൻഡോ ഫ്രെയിമുകളെല്ലാം എന്തു ചെയ്തു? മാറ്റി. സെമിക്കോളൻ.
എന്നിട്ട് വീണ്ടും സെൻറ്റൻസ് തുടരുകയാണ്. വെൻ ഷീ ഹാഡ് ഫിനിഷ്ഡ്, അവൾ പണികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ, കൊമ ഷീ സോൾഡ് ദ ഹൗസ്, അവൾ വീട് വിറ്റു. അപ്പം ഇതാണ് ഇവിടുത്തെ സെമിക്കോളൻ ഉപയോഗിച്ച രീതി. അപ്പോൾ എന്താണ്, ഒത്തിരി കോമകൾ തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ സെൻറ്റൻസിനെ കോമ ഇടാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് തളച്ചു. അതിനുശേഷം പിന്നീട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ കണക്ടിവിറ്റി പോകാതെ ആ മീനിങ്ങുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അനുവാചകം ഇവിടെ ചേർത്ത് കൊടുത്തു. എന്താണത്? വെൻ ഷീ ഹാഡ് ഫിനിഷ്ഡ്. എന്തൊക്കെയാണ് ഫിനിഷ് ചെയ്ത്? ചിതലരിച്ച വിൻഡോ പെയിൻ റീപ്ലേസ് ചെയ്തു, ലീക്കേജ് മാറ്റി, അത് വീടിൻ്റെ അലങ്കാരപ്പണികളും ഒക്കെ പൂർത്തിയാക്കി. ഇതെല്ലാം ചെയ്തതിന് ശേഷം അവൾ വീട് വിൽക്കുകയും ചെയ്തു. ഇത് മീനിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇവിടെ നമ്മൾ ഇതിനെ വേർതിരിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് കോമയും സെമിക്കോളനുമാണ്. പക്ഷേ കൂടുതൽ കോമ ഇടുന്നതിന് പകരം സെമിക്കോളൻ ഇട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി അതിനുശേഷം ബാക്കി അനുവാചകം ചേർത്തിരിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് വെൻ കോമാസ് വുഡ് മേക്ക് ദ ലിസ്റ്റ് ഡിഫിക്കൽട്ട്. അല്ലേ, ഒരു ഐറ്റംസ്, കൂടുതൽ ഐറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. അത് കോമ ഇട്ട് ലിമിറ്റ് ചെയ്യും. ഇനി കോമ ഇട്ട് ലിമിറ്റ് ചെയ്യുന്നതും ഡിഫിക്കൽട്ടായി മാറുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പല കാര്യങ്ങൾ, ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര്, അതല്ലാന്നുണ്ടെങ്കിൽ സാധനങ്ങളുടെ പേര്, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ലിസ്റ്റ് ചെയ്ത് വരുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസിന് കോമ ഇട്ട് വൃത്തികേടാക്കുന്നതിന് പകരം സെമിക്കോളൻ ഇട്ട് ഒന്ന് തിരിച്ച് പിന്നീട് അനുവാചകം ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് വെൻ കോമാസ് വുഡ് മേക്ക് ദ ലിസ്റ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ കോമ ഇട്ട് ആ സെൻറ്റൻസിനെ ഡിഫിക്കൽട്ട് ആക്കുന്നതിന് പകരം ആ സെൻറ്റൻസിൻ്റെ ആ ഡിഫിക്കൽറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സെമിക്കോളൻ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. എക്സാമ്പിൾ ഇതാണ്. ഐ ഹാവ് ബീൻ ഡൽഹി, കൊമ അമൃത്സർ ആൻഡ് ജമ്മു ഇൻ ദ നോർത്ത്. ഐ ഹാവ് ബീൻ ഡൽഹി, ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു, കൊമ പിന്നെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? അമൃത്സറിലുണ്ടായിരുന്നു, പിന്നെ എവിടെ ഉണ്ടായിരുന്നു? ജമ്മുവിലുണ്ടായിരുന്നു. അപ്പോൾ ജമ്മു എവിടെയാണെന്ന് കൂടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ജമ്മു നോർത്തിലാണ്. ഇനി ഇത്രയും പറഞ്ഞിട്ട് അവിടെ സെമിക്കോളൻ ഇട്ട് ആ സെൻറ്റൻസിനെ ഒന്ന് വേർതിരിക്കുകയാണ്. കൂടാതെ വേറെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ആൻഡ് ഹൈദരാബാദ് ആൻഡ് ചെന്നൈ ഇൻ ദ സൗത്ത്. അപ്പോൾ ഹൈദരാബാദിലും ഉണ്ടായിരുന്നു, ചെന്നൈ സൗത്തിലെ ഹൈദരാബാദിലും ചെന്നൈയിലും അദ്ദേഹം ഉണ്ടായിരുന്നു കുറച്ചധികം നാൾ. അപ്പോൾ ഐ ഹാവ് ബീൻ ഡൽഹി, അതിന് പകരം ഇങ്ങനെയാണ് ഇട്ടിരുന്നെങ്കിലോ? ഐ ഹാവ് ബീൻ ഡൽഹി, കോമ അമൃത്സർ ആൻഡ് ജമ്മു ഇൻ ദ നോർത്ത്, കോമ ആൻഡ് ഹൈദരാബാദ് ആൻഡ് ചെന്നൈ ഇൻ ദ സൗത്ത് എന്ന് പറയുന്നത് ആ ലിസ്റ്റിനെ മുഴുവിപ്പിക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ യാതൊരു മാറ്റവും ഉണ്ടാകാതെ, അതിൻ്റെ കണക്ടിവിറ്റിക്ക് യാതൊരു തകരാറും ഉണ്ടാകാതെ അത് ആ സെൻറ്റൻസ് തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മളെപ്പോഴും എന്തുപയോഗിക്കുക? സെമിക്കോളൻ ഉപയോഗിക്കുക. അടുത്തത് കോളൻ. എന്താണ് കോളൻ? കോളനെ നമുക്ക് 5 രീതിയിലാണ് പഠിക്കാനുള്ളത്. അപ്പം 5 കാര്യങ്ങളാണ് കോളനെ കുറിച്ച്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കോളൻ എന്നത് ഉപയോഗിക്കുന്നത്. കോളൻ എന്ന് പറയുന്നത് 2 കുത്ത് മുകളിലും താഴെയുമായിട്ട് ഒരേപോലെ ഇടുന്നതാണ് കോളൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെമിക്കോളൻ കുത്ത് കോമയാണെങ്കിൽ ഇത് 2 കുത്ത്, ഒന്നിന് താഴെ അടുത്തത് എന്ന ക്രമത്തിലാണ് കോളൻ നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് കോളൻ ഉപയോഗിക്കുക? എപ്പോഴൊക്കെ നമുക്ക് കോളൻ ഉപയോഗിക്കാം? ടു കണക്ട് 2 sentences or clauses when the second and subsequent sentence add more information on the same subject as the first. എപ്പോഴാണ് ഉപയോഗിക്കുക? ടു കണക്ട് 2 sentences or clauses, 2 സെൻറ്റൻസുകളെയോ 2 ക്ലോസുകളെയോ തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. When the second and the subsequent sentences add more information on the same subject as the first. അല്ലേ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസുമായിട്ട് ചേർന്ന് തുടർന്നു വരുന്ന, രണ്ടാമത് വരുന്ന അല്ലെങ്കിൽ പിന്നീട് തുടർന്നുണ്ടാകുന്ന സെൻറ്റൻസ് അത് കൂടുതൽ ഇൻഫർമേഷൻ ആദ്യത്തേതിനോട് ചേർത്ത്, ആദ്യത്തേതിൻ്റെ സബ്ജക്റ്റുമായിട്ട് ചേർന്ന് ആ മീനിങ്ങിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ സെമിക്കോളൻ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അതേ അർത്ഥം നിലനിർത്തിക്കൊണ്ട് തന്നെ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസ് നമ്മൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ആദ്യത്തെ സെൻറ്റൻസിന് കൂടാതെയുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും അത്.
അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് അതിൻ്റെ ആ സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റിന് അനുസൃതമായിട്ടായിരിക്കും രണ്ടാമത്തെ, അതായത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സബ്സിക്വൻ്റ് സെൻറ്റൻസ് വരിക. അത് കൂടുതൽ ഇൻഫോർമേറ്റീവാണ്, കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു. അതോ ഒന്നുകിൽ ഇല്യൂസ്ട്രേറ്റ് ചെയ്യുന്നു, വിവരണം തരും, കൂടുതൽ ക്ലാരിഫൈ ചെയ്യും, അല്ലെങ്കിൽ എന്യൂമറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കൂടെയാണത്. അപ്പോൾ നമ്മൾക്കൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. ഐ ആം ഷുവർ ഐ ക്യാൻ ട്രാവൽ ടുമോറോ ആസ് പ്ലാൻഡ്. ഇവിടെ കോളൻ ഇട്ടു, മൈ ടിക്കറ്റ് ഹാസ് ബീൻ കൺഫേംഡ്. ഇവിടെ നമുക്ക് വളരെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നല്ലൊരു ഇൻഫർമേഷൻ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ സെൻറ്റൻസ്. എന്താ അത്? ഐ ആം ഷുവർ ഐ ക്യാൻ ട്രാവൽ ടുമോറോ ആസ് പ്ലാൻഡ്. ഞാൻ പ്ലാൻ ചെയ്തതനുസരിച്ച് എനിക്ക് നാളെ ട്രാവൽ ചെയ്യാൻ സാധിക്കും, അതുറപ്പാണ്. അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ്? മൈ ടിക്കറ്റ് ഹാസ് ബീൻ കൺഫേംഡ്. ഞാൻ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ആ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇപ്പോൾ കൺഫേം ചെയ്യപ്പെട്ടു. അപ്പോൾ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഞാൻ പ്ലാൻ ചെയ്തത് പ്രകാരം എനിക്ക് യാത്ര പോകാൻ പറ്റും. അപ്പോൾ അദ്ദേഹം യാത്ര പോകുമെന്ന് ഉറപ്പായി. അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടി, അദ്ദേഹം നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നു. അപ്പോൾ വളരെ ക്ലാരിറ്റിയാണ് അതിനകത്തുനിന്ന്, ഒരു ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കുക. സോനി ഈസ് വെരി ഫോണ്ട് ഓഫ് ആനിമൽസ്. കോളൻ ഷീ ഹാസ് സ്മോൾ സൂ ഇൻ ഹെർ ഹൗസ്. ഇതാണ് സോനുവിന് ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ്. മൈസെൽഫ് ഓൾസോ ഐ ലൈക്ക് ആനിമൽസ്. എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ സോനുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു വിവരണമുണ്ട്, അതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ട്. എന്താണ്? സോനുവിന് ആനിമൽസിന് ഇഷ്ടമാണ്, അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഷീ ഹാസ് എ സ്മോൾ സൂ ഇൻ ഹർ ഹൗസ്. അവളുടെ വീട്ടിൽ ഒരു ചെറിയ ഒരു സൂ ഉണ്ട്, ഒരു മൃഗശാല തന്നെ ഉണ്ട്. അപ്പോൾ മൃഗങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ട് അവൾ എക്സ്ട്രാ ചെയ്യുന്ന കാര്യം എന്താണ്? ഇവരെ പെറ്റ് ചെയ്ത് വളർത്തുവാൻ വേണ്ടിയിട്ട് അവൾ സ്വന്തമായിട്ട് ഒരു സൂ തന്നെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ സെൻറ്റൻസിനെ കുറിച്ച് കൂടുതൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ എന്താണ്? അതിൻ്റെ മീനിങ് ഒട്ടും ചോരാതെ അത് ആ സെൻറ്റൻസിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസൃതമായിട്ട് തന്നെ പിന്നെ വീണ്ടും രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് പോകുന്നുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യം, ടു ഇൻട്രൊഡ്യൂസ് എ കൊട്ടേഷൻ. ഒരു കൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, എക്സാമ്പിൾ, അതിന് കൂടുതൽ വിശദമാക്കേണ്ട കാര്യമില്ല. ദ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ ഗോവ ട്രിപ്പ് റീഡ് ആസ് ഫോളോസ്. എന്താണ്? ഗോവ ട്രിപ്പിനുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയാണ് വായിക്കുക. എന്നിട്ട് അവിടെ കോളൻ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണ്, വിവരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ട് ചേർന്നാണ് രണ്ടാമത്തെ ഇൻഫർമേഷൻ അത് പോവുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ സെക്കൻഡ് സെൻറ്റൻസ്, അതിൻ്റെ സബ്സീക്വൻറ്റ് സെൻറ്റൻസ് അതെങ്ങനെയാണ്? മോർ ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് ആ കൊട്ടേഷൻ നമ്മൾക്ക് എന്താണ് തരുന്ന ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ കൊട്ടേഷൻ തരുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് സെൻറ്റൻസ് വന്നിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ ഗോവ ട്രിപ്പ് റീഡ് ആസ് ഫോളോസ്. ഇതുപോലെ ഇങ്ങനെയാണ് വായിക്കുക. എന്നിട്ട് അവിടെ കോളൻ ഇട്ടിരിക്കുന്നു. ഇനി അടുത്തത് കൊട്ടേഷൻ എന്നുള്ളതാണ്. വിസിറ്റ് ഗോവ ആൻഡ് ലേൺ ഫോർ യുവർ സെൽഫ് വാട്ട് എ ട്രൂ ഹോളിഡേ ഈസ്. അല്ലേ? ഗോവ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക എന്താ അതിന്, എന്തൊരു ഹോളിഡേ ആയിരുന്നു അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ആ കോളന് ശേഷം വന്നിരിക്കുന്ന ആ സെൻറ്റൻസ് ആദ്യം പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുമായിട്ട് വളരെ വ്യത്യാസമൊന്നുമില്ലാതെ അതുമായിട്ട് ചേർന്ന് പോകത്തക്ക രീതിയിലാണ് വന്നിരിക്കുന്നത്. മീനിങ്ങിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത മൂന്നാമത്തത്, ബിറ്റ്വീൻ ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ. അപ്പോൾ ഒരു സബ് ടൈറ്റിലിനോ ടൈറ്റിലിനോ ചേർന്ന് വരുന്ന രീതി. അപ്പോൾ ഒരു ടൈറ്റിൽ നമ്മൾ ഒരു ഒരു ലെറ്റർ എഴുതിയാലും ഒരു ടൈറ്റിൽ കൊടുക്കില്ലേ? ഒരു കഥ എഴുതിയാലും ടൈറ്റിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സബ് ടൈറ്റിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇത്തരം കോളൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഉദാഹരണം, കെമിസ്ട്രി പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്, കോളൻ എ ഹാൻഡ് ബുക്ക് ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ടൈറ്റിലാണ്. ഇവിടെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്, കെമിസ്ട്രി പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. അതൊരു ടൈറ്റിലാണ്. അതിനുശേഷം പിന്നീട് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക, എ ഹാൻഡ് ബുക്ക് ഫോർ സ്റ്റുഡൻസ്.
അപ്പോൾ ടൈറ്റിലിന് കൂടെ ഉപയോഗിക്കാം, സബ് ടൈറ്റിലിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇനി അടുത്ത ഉപയോഗിക്കാനുള്ളത് ബിറ്റ്വീൻ ദ അവർ ആൻഡ് മിനിറ്റ്, മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും ഇടയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 10:40 1:40 10 സെമിക്കോളിട്ട് 40 AM PM എന്ത് വേണമെങ്കിലും ആകാം. ഇനി അഞ്ചാമത്തത് ആഫ്റ്റർ ദ സല്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ് ലെറ്റർ, ഒരു ബിസിനസ് ലെറ്ററിൻ്റെ സല്യൂട്ടേഷന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാം. ഡിയർ മാഡം സെമിക്കോളൻ, ഡിയർ സാർ സെമിക്കോളൻ, അപ്പോൾ സോറി സെമിക്കോളൻ കോളൻ, ഡിയർ മാഡം കോളൻ, ഡിയർ സാർ കോളൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കോളൻ ഉപയോഗിക്കാൻ കഴിയുക. ഇനി അടുത്തത് ഡാഷ്. ഡാഷ് ഉപയോഗിക്കുന്നതിന് എപ്പോഴാണ്? നമുക്ക് 4 രീതിയിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. ഒന്ന്, ഇൻ പ്ലേസ് ഓഫ് എ കോളൻ, ഒരു കോളൻ്റെ സ്ഥാനത്ത്, കോളന് പകരം നമ്മൾക്ക് ഡാഷ് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം, ദ റിവർ ഈസ് പൊള്യൂട്ടഡ് ഡാഷ് ദർ ഈസ് എവിഡൻലി എ ഫാക്ടറി അപ്സ്ട്രീം. എന്താണ്? റിവർ പൊള്യൂട്ടഡ് ആണ്. കാരണം എന്താണ്? ദർ ഈസ് എവിഡൻലി എ ഫാക്ടറി അപ്സ്ട്രീം. അപ്പോൾ നദി ഒഴുകുന്നിടത്ത് ഒരു ഫാക്ടറി ഉണ്ട്, അതിന് എതിർവശമായിട്ട് അല്ലെങ്കിൽ ഒഴുക്കിനെതിരായി നിൽക്കുന്ന ഒരു ഫാക്ടറി. അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം മുഴുവൻ റിവറിലേക്ക് വരുന്നു, അതുകൊണ്ട് റിവർ ഈസ് പൊള്യൂട്ടഡ്, റിവർ പൊള്യൂട്ടഡ് ആണ്. അപ്പോൾ ഇൻ ദ പ്ലേസ് ഓഫ് എ കോളൻ വി ക്യാൻ യൂസ് ഡാഷ്. നമ്മളത് അവിടെ ഒരു കോളനാണ് ഉപയോഗിച്ചിരുന്നെങ്കിലോ there is no change in meaning. അവിടെ മീനിങ്ങിൽ യാതൊരു മാറ്റവുമില്ല, അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത്, ടു ആഡ് ആൻ ആഫ്റ്റർ തോട്ട്, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ഫോർഗോട്ടൻ ടു സേ. നമ്മൾ പറയാൻ വെച്ചിരുന്നൊരു കാര്യമുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരു ആഫ്റ്റർ തോട്ട്, ഒരു പുനർചിന്ത എന്ന രീതിയിൽ നമുക്ക് രണ്ടാമത് ആ മറന്നുപോയ കാര്യത്തെ ആഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഡാഷ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എഴുതി വരുന്ന വഴിക്കായിരിക്കുമ്പോൾ എഴുതി ഇത്രയുമായി, അയ്യോ ഒരു കാര്യം കൂടെ എഴുതാനുണ്ടായിരുന്നല്ലോ, വിട്ടുപോയല്ലോ. അപ്പോൾ അവിടെ അത് ആഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ആഫ്റ്റർ തോട്ട് ഉള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറന്നുപോയ ഒരു കാര്യത്തെ ആഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാഷ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കുക, ഹി യൂസ് ടു ബി വെരി ഗുഡ് അറ്റ് ക്രിക്കറ്റ് ഡാഷ് ആൻഡ് ടെന്നീസ് ടു ഓഫ് കോഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ ക്രിക്കറ്റിലും ടെന്നീസിലും ഒരേപോലെ അല്ലേ നല്ല ഇതാണ്, വളരെ പ്രഗത്ഭനായ ഒരാളാണ്. അപ്പോൾ ഹീസ് ടു ബി വെരി ഗുഡ് അറ്റ് ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റ് പറഞ്ഞു വന്നപ്പോഴാണ് അയ്യോ ടെന്നീസിലും പുള്ളി കൊള്ളാലോ, മറന്നുപോയി. അപ്പോൾ ടെന്നീസ് എന്നുള്ള കാര്യം ഒരു ആഫ്റ്റർ തോട്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റിന് ശേഷം ഒരു ഡാഷ് ഇട്ടു, എന്നിട്ട് ആൻഡ് ടെന്നീസ് ടു, അതേപോലെ ടെന്നീസും. അപ്പോൾ ക്രിക്കറ്റും ടെന്നീസും ഒരേപോലെ പുള്ളിക്ക് വഴങ്ങും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അർത്ഥത്തിൽ യാതൊരു മാറ്റവുമില്ല, നമുക്ക് എന്താണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്, ആസ് എ പെയർ ഓഫ് ഡാഷസ് ദാറ്റ് ഡു ദ സെയിം ജോബ് ആസ് എ പെയർ ഓഫ് ബ്രാക്കറ്റ്സ്. പെയർ ഓഫ് ഡാഷസ്, ഒരു എന്താണ് ഡാഷുകളുടെ പെയർ, കൂട്ടം, ദാറ്റ് ഡു ദ സെയിം ജോബ് ആസ് എ പെയർ ഓഫ് ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റുകളുടെ പെയർ, അതിൻ്റെ അതേ നേച്ചർ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ഡ്യൂട്ടി തന്നെയാണ്, അതേ ജോലി തന്നെയാണ് ഡാഷിനും ഉള്ളത്. ഒരു എക്സാമ്പിൾ നോക്കാം, ഹിസ് ഇൻസ്പയറിംഗ് ടീച്ചിങ് ഡാഷ് സംടൈംസ് സ്ട്രിക്റ്റ്, സംടൈംസ് ജനറസ്, ആൻഡ് സംടൈംസ് ഹ്യൂമറസ് ഡാഷ് ഇഗ്നൈറ്റഡ് ഹോപ്പ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് കൗണ്ട്ലെസ് പീപ്പിൾ. എന്താണ് ഹിസ് ഇൻസ്പയറിംഗ് ടീച്ചിങ് അല്ലേ? നമ്മളെ അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് ടീച്ചിങ്, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ ഭയങ്കരമായിട്ടും എന്താണ് മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ആ ടീച്ചിങ്. സംടൈംസ് സ്ട്രിക്റ്റ്, ചിലപ്പോൾ സ്ട്രിക്റ്റ് ആണ്. സംടൈംസ് ജനറസാണ്, ഭയങ്കര മഹാമനസ്കതയോടുകൂടിയുള്ളതാണ്. ആൻഡ് സംടൈംസ് ഹ്യൂമറസ്, ചിലപ്പോൾ തമാശകൾ നിറഞ്ഞതാണ്. ഇനി ഡാഷ് ഇട്ടിട്ട് അടുത്ത സെൻറ്റൻസ് തുടരുകയാണ്, ഇഗ്നൈറ്റഡ് ഹോപ്പ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് കൗണ്ട്ലെസ് പീപ്പിൾ. എണ്ണമറ്റ ആൾക്കാരുടെ ഹൃദയങ്ങളെ പ്രതീക്ഷയുടെ ജ്വാല സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇടുന്നതിന് പകരം അവിടെ ഡാഷ് ഇട്ടാണ് ആ സെൻറ്റൻസ് മുഴുവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും മീനിങ് ചോരാതെ അത് വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആശയത്തെ വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു ആ ഡാഷിട്ട് എഴുതുമ്പോൾ. ഇനി അടുത്തത്, ടു മാർക്ക് എ സഡൻ ബ്രേക്ക് ഇൻ തോട്ട്.
ഒരു പെട്ടെന്നുള്ള ഒരു തോട്ട്, അതിനൊരു ബ്രേക്ക് ഉണ്ടായാൽ ആ ബ്രേക്കിനെ കുറിച്ച് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ഹാഡ് ഹിസ് റീസൺ ഫോർ സച്ച് ആങ്കർ ഓർ ഡിഡ് ഹി, ഇല്ലേ? അവനില്ലേ എന്താണ് അവൻ്റെ ആങ്കറിന് ഒത്തിരി കാര്യങ്ങളാണുള്ളത്. ഹി ഹാഡ് ഹിസ് റീസൺസ് ഫോർ സച്ച് ആങ്കർ. അത്തരം ഒരു ആങ്കറിലേക്ക് വരാനായിട്ട് അവന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അല്ലേ, അങ്ങനെ ഇല്ലേ? അവനങ്ങനെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ തോട്ട്ഫുള്ളാക്കുന്ന ഒരു വാചകം, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഡാഷ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സഡനായിട്ട് ഒരു ചിന്തയെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ശരിയാണ്, അവന് മിക്കവാറും ആങ്കറുണ്ട്. അവന് ആങ്കർ വരുന്നത് പ്രത്യേക ഒരു കാരണം കൊണ്ടായിരിക്കും, അല്ലാതെ ചുമ്മാ ആങ്കർ വരുന്ന ഒരാളല്ല പുള്ളിക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അടുത്തത് ഹൈഫൻ. ടു ജോയിൻ ടു ഓർ മോർ വേർഡ്സ് ടുഗദർ. രണ്ടോ രണ്ടിൽ കൂടുതലോ വാക്കുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഫൻ ഉപയോഗിക്കാം. 1984 കഴിഞ്ഞ ഒരു ഹൈഫൻ ഇട്ട് നമ്മൾ 84. ഡാഷും ഹൈഫനും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഡാഷ് എന്നുള്ളത് അല്പം നീളം കൂടും, ഹൈഫൻ എന്നുള്ളത് ചെറുതായിരിക്കും. അപ്പോൾ രണ്ട് വാക്കുകൾ തമ്മിൽ, രണ്ടോ രണ്ടിൽ കൂടുതലോ വാക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുക? ഹൈഫൻ. പക്ഷെ മീനിങ്ങിലൊന്നും മാറ്റമില്ല, അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് തെറ്റുമില്ല. അത് വളരെ ഈസിയായി മാറും നമ്മൾക്ക് ഉപയോഗത്തിന്. അപ്പോൾ 1984 എന്നുള്ളത് 19 എന്നുള്ളൊരു വാക്കും 84 എന്നുള്ള മറ്റൊരു വാക്കും, ഇത് രണ്ടിനെയും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയ ഹൈഫൻ ഇട്ട് കൊടുത്തു. 1984 എന്ന് അതിനൊരു വ്യക്തത ആ വാക്കിന് വരത്തക്ക രീതിയിൽ. ദ നോർത്ത് സൗത്ത് ഡിവൈഡ്. നോർത്ത്, അതിനുശേഷം നോർത്തിനും സൗത്തിനും ഇടയിൽ ചെറിയൊരു ഹൈഫൻ ഇട്ടു. ഇനി അടുത്തത് ഹാഫ് ഈറ്റൺ ഫുഡ്. ഹാഫ് ഈറ്റൺ ഫുഡ്, ഹാഫ് ഒരു വാക്ക്, ഈറ്റൺ ഫുഡ് മറ്റു വാക്കുകൾ. അപ്പോൾ രണ്ടിൽ കൂടുതൽ വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഹാഫ് ഈറ്റൺ ഫുഡ് എന്നുള്ളതിനടുത്ത് ഒരു ചെറിയൊരു ഹൈഫൻ കൊടുത്തു. ഔട്ട് ഓഫ് ഡേറ്റ് ഓർ ഔട്ട് ഓഫ് ഡേറ്റ് ടെക്നോളജി, ഔട്ട് ഓഫ് ഡേറ്റ്, ഇവയ്ക്കിടയിൽ ഓരോ ഹൈഫൻ. വൺസ് ഇൻ എ ലൈഫ് ടൈം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമ്മൾക്ക് അത് ഒരല്പം കൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് വാക്കുകൾ ജോയിൻ ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒരു ചെറിയ ഹൈഫൻ ഇട്ട് കൊടുക്കും. ഇനി രണ്ടാമത്തത് ടു ആഡ് പ്രിഫിക്സ് ടു എ വേർഡ്. ഒരു ഒരു മുൻ വാക്ക് എന്ന നിലയിൽ നമുക്ക് ഒരു പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഹൈഫൻ ഉപയോഗിക്കാം. റീ എഡിറ്റ്, ആൻറ്റി മൊസ്കിറ്റോ, ആൻറ്റി ഡ്രഗ്, ഇങ്ങനെയുള്ള വാക്കുകൾക്കിടയിൽ റീ അല്ലെങ്കിൽ ആൻറ്റി, അതിനിടയ്ക്ക് ഒരു ഹൈഫൻ ഇട്ട് കൊടുക്കും. പക്ഷേ മീനിങ്ങിൽ എന്താ ഒരു മാറ്റവും വരുന്നില്ല. അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തേത് ടു മേക്ക് അപ്പ് ആൻ അഡ്ജക്റ്റീവ് വിത്ത് 2 or more വേർഡ്സ്. ഒരു അഡ്ജക്റ്റീവ് 2 or more വേർഡ്സുമായിട്ട് ചേർത്ത് എഴുതുമ്പോൾ മൈ മദർ ഹാസ് എ പാർട്ട് ടൈം ജോബ്. ഇവിടെ പാർട്ട് ടൈം എന്നുള്ളത് ആ അഡ്ജക്റ്റീവ് ഭാഗം നമ്മൾ രണ്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു ഹൈഫൺ കൊടുത്ത് രണ്ടാക്കിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൈ മദർ ഹാസ് എ പാർട്ട് ടൈം ജോബ് എന്നുള്ള ആ സെൻറ്റൻസ് നമ്മൾ പാർട്ട് ടൈം എന്നുള്ളത് ആ ഹൈഫൻ ഇടാതെ എഴുതിയാൽ കൂടി അർത്ഥത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നില്ല. ഇപ്പം ടു മേക്ക് അപ്പ് ആൻ അഡ്ജക്റ്റീവ് വിത്ത് 2 or more വേർഡ്സ്. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സിൻ്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ആ വാക്കുകളെ തമ്മിൽ ഒന്ന് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഫൻ ഉപയോഗിക്കാം. ഷീ ഈസ് എ 4-year-old ഗേൾ. ഇവിടെ 4-year-old. അപ്പോൾ 3 വാക്കുകളെ തമ്മിൽ നമ്മൾ ചേർത്ത് എഴുതുന്നതിന് പകരം ഹൈഫൻ ഇട്ട് വേറെ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് അർത്ഥത്തിൽ നമുക്ക് മറ്റൊന്നും വ്യത്യാസമില്ല. ആ കറക്റ്റ് സെൻസ് തന്നെ ഇവിടെയുണ്ട്. ഷീസ് എ 4-year-old ഗേൾ. ഇനി അവസാനത്തേത് ടു മേക്ക് 2 separate വേർഡ്സ് ഈസിയർ ടു റീഡ്. വളരെ പെട്ടെന്ന് വായിക്കാനും വാക്കുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാക്കുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് വായിച്ചെടുക്കുവാൻ പറ്റത്തക്ക രീതിയിൽ വാക്കുകളെ തിരിക്കുന്നതിന് ഹൈഫൻ ഉപയോഗിക്കും. ഡൈനിങ് റൂം, ഡൈനിങ് ഹാൾ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾക്ക് ആ മീനിങ്ങിൽ തന്നെ
വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിനും സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഉടൻ തന്നെ തരുന്നതായിരിക്കും. നന്നായിട്ട് വർക്ക് ചെയ്യുക, കൂടുതൽ എക്സസൈസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.